ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ബീച്ചിലൊരു എക്സ്പോ നടക്കുന്നുണ്ട്. അങ്ങനെ എക്സ്പോ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം കോഴിക്കോടാണ് കേട്ടോ. നല്ല അവിടെ റോബോട്ടിൻ്റെ ഒക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ റോബോട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങളവിടെ പോണത്. അവിടേക്ക് ഇരുന്നു ബീച്ചിൽ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു കേട്ടോ. ഓരോ രസമുണ്ട് ബീച്ചിൽ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ 150 രൂപ ഒരാൾക്ക് ടിക്കറ്റിന് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ പോയി. ബീച്ച് കുഴപ്പമൊന്നുമില്ല. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞങ്ങളൊരു 3 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. 150 രൂപ ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ 300 രൂപക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര വലിയൊരു ഇതൊന്നും ഇപ്പം തോന്നിയില്ല കേട്ടോ. കാരണം 150 എടുത്തതിന് മുതലായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ കയറി ഒരു സാധനം മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കണം, ക്യാമറ മുഖത്ത് വെച്ചിട്ട് നോക്കണത്, അത് കുറച്ച് മുതലായി അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അത്ര ഇതായില്ലേ. നമ്മൾ പിന്നെ കുറേ മീനുകളും കടൽ മീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട്. അതൊക്കെ നമ്മളതിന് മുന്നിൽ കുറേ കണ്ടതിന്. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലില്ലെന്ന് അറിയില്ല. ഇനി അനക്കോണ്ട ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ അനക്കോണ്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് നേരെ ഞങ്ങൾ പോയത്. ചെന്നു. അത് വലിയതായിരിക്കും എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ചെറിയൊരു അനക്കോണ്ട ഉണ്ട് അവിടെ. അതിനൊക്കെ കണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഇതുപോലത്തെ കുറച്ച് ക്യാമറൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഒന്ന് നെക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മുഖമായിട്ട് ഇങ്ങനെ വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇതുപോലെ റോബോട്ടുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതൊന്നും വലിയ ഇഷ്ടമായില്ല. കുഴപ്പമില്ല. പിന്നെ ചിത്രങ്ങൾ വരയ്ക്കണ റോബോട്ട്, അങ്ങനെ കടലെ ചിത്രം വരയ്ക്കുകയാണ് റോബോട്ട് ഇരുന്നിട്ട്. ഇങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ കുറേ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ റോബോട്ട് കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കണം, അടുക്കള ജോലി ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെയാണ് ക്യാമറ കാര്യമൊക്കെ എത്തിയത്. അങ്ങനെ ഞാനും ക്യാമറ മുഖത്ത് വെച്ചു. ശരിക്കും ക്യാമറ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ വലിയ എന്തോ സംഭവം വെച്ചു. പക്ഷേ നമ്മൾ എവിടെയോ പിന്നെ കോട്ടക്കുന്നുമലുണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അനുഭവം. അപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടതിന് വെച്ച് അത് എനിക്കിഷ്ടമായിട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ പേടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്കൊരു എക്സ്പ്രഷനൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം നമ്മളിങ്ങനെ ഇത് പോണതിനനുസരിച്ച് അത് നമ്മളെ ക്യാമറയുടെ ഉള്ളിൽ നമ്മളടുത്തേക്ക് ഇങ്ങനെ ഒരു തീവണ്ടീൻ്റെ മാതിരത്തെ സാധനത്തിൽ നമുക്കിങ്ങനെ പോണതൊക്കെ കാണാം. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ തല ഇങ്ങനെ ചെരിയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എനിക്ക് ചിരി വന്നിട്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടിട്ട് എനിക്ക് ചിരിയാവുന്നത്. നല്ലത് പ്രതീക്ഷിച്ചുള്ളിലേക്ക് കയറിയതേന്. പക്ഷെ ഓവറായിട്ടൊന്നുമില്ല. കുറച്ച് റോബോട്ടുകളോടും കുറച്ച് മീനുകളൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഇതുപോലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, അത് അടിപൊളിയാണ്. ഇത് രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൽ പൂമ്പാറ്റുണ്ട്, വണ്ടുണ്ട്, തേനീച്ചുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്ലവറൊക്കെ അതിൽ സൂര്യകാന്തി, അപ്പം അതൊക്കെ ഭംഗിയുണ്ട്.
അങ്ങനെ ഫ്ലവർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്ന ഈ മീനുകളെല്ലാം അതിലേക്ക് കേട്ടോ. മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നല്ല നല്ല മീനുകളുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പിന്നെ എനിക്ക് ഇത്ര ഇതില്ലാത്ത ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടായിരിക്കും. ഇത് നക്ഷത്രത്തിൻ്റെ മാതിരി ഇട്ടിട്ട് മീനാണ് കാരണം, പക്ഷെ തിന്നാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ പിന്നെ ഒരു നിമിഷം ശ്രദ്ധിക്കുക, നിങ്ങൾ കാണാൻ തോന്നുന്നത് അങ്ങനത്തെ ഒരു ബോർഡൊക്കെ അവിടെ വെച്ചത്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് മീനുകളുണ്ട്. നമ്മൾ കാണാത്ത മീൻ തെരണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വല വെട്ടുന്ന മീനൊക്കെ ഉണ്ട്. ഏതാണ് ഇത്? വല വെട്ടുന്ന മീനാണ് തോന്നുന്നുണ്ട്. ഇത് ഉണ്ടക്കണ്ണലൊരു മീൻ. അങ്ങനെ നാസർക്ക പറഞ്ഞാണ് വല വെട്ടുന്ന മീനാണെന്നൊക്കെ. ഇത് ഈ സാധനം ഇതാണ് കേട്ടോ തെരണ്ടി. തെരണ്ടി വാല അച്ചാറിലിട്ട് മുക്കി അടിക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇതാണ് തെരണ്ടി. അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, തെരണ്ടി വാല അച്ചാറിട്ട് മുക്കി അടിക്കണം എന്നറിയാലേ, അതാണ് തെരണ്ടി. ആ തെരണ്ടീൻ്റെ വാല് ഞാനിതിൽ കാണിച്ചു. ഇത് ചെറിയ ചെറിയ പരല് മാതിരത്തെ മീനാണ് കേട്ടോ. ആ തെരണ്ടീൻ്റെ വാല് കാണിച്ചാൽ എനിക്ക് കിട്ടും. ആ വാല് ഞാൻ പ്രത്യേക ഇതിലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോ വെറൈറ്റി മീനുകൾ തന്നെ കേട്ടോ. ഇതാണ് തെരണ്ടി. കണ്ടില്ലേ, തെരണ്ടീൻ്റെ വാല് നല്ല നീളല്ലൊരു വാലാണ്. തെരണ്ടിക്കുട്ടനാണിത്. കീരിക്കോര ഈ മീനൊക്കെ നല്ല ഭംഗിയിട്ടാ കാണാൻ. ഇതൊക്കെ ഞാൻ ഒരുപാട് നേരം നോക്കിയിരുന്നു. കാരണം ഇത് ഇങ്ങനല്ല, എവിടെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മൾ കാണാത്ത മീനാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ ഇതൊക്കെ നമ്മൾ കടലിലുള്ളതാണല്ലോ അല്ലേ. ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള മീനുകൾ കണ്ട് കൂട്ടം കൂടി നിൽക്കണം. പക്ഷെ ഇതൊക്കെ അക്വേറിയത്തിൽ കണ്ടിട്ടുണ്ട്. അക്വേറിയത്തിലൊക്കെ ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പം ഇത്രയൊക്കെ തന്നെ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്നുള്ളന്ന് അവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോയതൊന്നുമല്ല. ഞങ്ങൾ വെറുതെ ജസ്റ്റ് ബീച്ചിൽ പോയി വെറുതെ കുറച്ച് നേരം നമുക്കൊരു 10-11 മണി വരെയൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതേന്. വെറുതെ വൈകുന്നേരത്തിൻ്റെ വൈബ് ആസ്വദിക്കാൻ വിചാരിച്ച് പോയതാണ്. അപ്പോഴാണ് ഈ ഒരു പരിപാടി അവിടെ കാണുന്നത് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതിൽ കയറി. പിന്നെ അവിടെ വേറെ ഒന്നുണ്ടായിന്, എന്തേനിപ്പോൾ അത്, വേറൊരു പരിപാടി ഉണ്ടായിന്. ആ പരിപാടിയിലും കയറി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ എന്താട്ടി ഈ ബീച്ചിലേക്ക് തന്നെ പോയിട്ടോ. ബീച്ചിലേക്ക് പോയാണ്ട് ഇനി അവിടെ പോയി തന്നെ ഇരുന്ന് ഇതല്ലേ മീനുകൾ കൂട്ടം കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിട്ടുള്ളത്. നോക്കിയിരുന്ന് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഞാൻ പിന്നെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ കോഴിക്കോട് വേറെ സ്ഥലത്ത് പരിപാടി ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വലിയ താല്പര്യം വന്നില്ല എന്ന് പറഞ്ഞു. നാസ്രക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇത് വലിയൊരു മീൻ, ഇതിൻ്റെ പേരുണ്ട്, പേരെന്താണെന്ന് എനിക്കറിയില്ല, അതിനൊരു പേരുണ്ട്. കോഴിക്കോട് പിന്നെ ഫെസ്റ്റ് ഉണ്ടായി, കോഴിക്കോട് ഫെസ്റ്റ്. അതിൽ കയറിയിട്ട് ഞങ്ങൾ അതിൽ കയറിയതാണ് പിന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ ചെന്നത്.
അതിപ്പോ ഇതന്നെ 50 ലക്ഷം രൂപന്റെ സാധനമാണ് ഇത്. അപ്പോൾ വലിപ്പം കൂടുന്നതനുസരിച്ച് ഉണ്ട് ഒക്കെ ലൈസൻസ് ഉണ്ട്. എല്ലാ പക്ക അവർ നമുക്ക് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് നമ്മൾ നമുക്കറിയില്ല. കോട്ടക്കല് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് കാണും. ഇവിടെ 45 കഴിഞ്ഞാൽ തമിഴ്നാട് കാണും. എന്തിനത്ര?